Hello guys, welcome back to another beautiful video of me at 24. It's Alan here. It's episode 3, day 0. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് ഡേ 0. ഇത്ര നാൾ വീഡിയോ ചെയ്തിട്ട് ആകപ്പാടെ ഇന്ന് ഡേ 0 ആയിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ എക്സ്പ്ലെയിൻ ടു ഇൻ എ മിനിറ്റ്. 24 വയസ്സുള്ള ഞാൻ 25 വയസ്സാകുന്നതിന് മുമ്പ് എങ്ങനെ എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മളുടെ ഈ ഒരു ജേണി. അപ്പോൾ ഈ ഒരു സഡൻ ചേഞ്ച് എങ്ങനെ പോസിബിൾ ആക്കാം എന്നതിനെ കുറിച്ച് ഞാൻ ഒരുപാട് സ്റ്റഡി നടത്തി. ഞാൻ യൂട്യൂബിൽ നോക്കി, ഇൻസ്റ്റഗ്രാമിൽ നോക്കി, ചാറ്റ് ജിപിടിയോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ നിന്നെല്ലാം എനിക്ക് ആപ്റ്റായിട്ടുള്ള കുറച്ച് സജഷൻസ് കിട്ടി. അതിൽ എനിക്ക് ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയ 2 ചാലഞ്ചസ് ഉണ്ടായിരുന്നു. വൺ വാസ് 75 ഹാർഡ്, ദി സെക്കൻഡ് വൺ വാസ് പ്രോജക്റ്റ് 50. 75 ഹാർഡ് ഇസ് റിയലി ഹാർഡ്, നോ ഗോണ ലൈ. 75 ഹാർഡിൻ്റെ റൂൾസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇഫ് യു വാണ്ട് ഫോളോ 75 ഹാർഡ് you can do it. അത് ഒരുപാട് പേർക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ചാലഞ്ചാണ്. ബട്ട് ഫോർ എ പേഴ്സൺ ലൈക്ക് മീ ഹു ഹാസ് റാൻഡം ഷിഫ്റ്റ്സ് ഒക്കെ കിട്ടുന്ന, ദിവസം ചില സമയങ്ങളിൽ 14 മണിക്കൂറും 12 മണിക്കൂറും വർക്ക് ചെയ്യുന്ന, ചില ദിവസങ്ങളിൽ 3 മണിക്കൂർ വർക്ക് ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയത് പ്രോജക്റ്റ് 50 ആണ്, നോട്ട് 75 ഹാർഡ്. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് സിമിലർ. പ്രോജക്റ്റ് 50ക്ക് 7 റൂൾസ് ഉണ്ട്, 75 ഹാർഡിനും 7 റൂൾസ് ഉണ്ട്. 75 ഹാർഡ് 75 ഡേയ്സ് ഫോളോ ചെയ്യണം. പ്രോജക്റ്റ് 50 നിങ്ങൾക്ക് ആകെപ്പാട് ഫോളോ ചെയ്യേണ്ടത് 50 ഡേയ്സ് ആണ്. അതാണ് അതിൻ്റെ ബെസ്റ്റ് പാർട്ട്. കാരണം ഞാൻ ഒരു മടിയനാണ്. യു ക്യാൻ സേ ദാറ്റ്, ഐ ഡോണ്ട് മൈൻഡ്. അപ്പോൾ പ്രോജക്റ്റ് 50യുടെ റൂൾസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. പ്രോജക്റ്റ് 50യിൽ 7 റൂൾസ് ഉണ്ട്. ദി ഫസ്റ്റ് വൺ ഈസ് വേക്കിംഗ് അപ്പ് ബൈ 8 o'clock in the morning. യു ക്യാൻ വേക്ക് അപ്പ് ബിഫോർ 8 o'clock, ബൈ 8 o'clock, ഇറ്റ്സ് അപ് ടു യു. എങ്ങനെ പോയാലും 8 മണിക്ക് കിടക്കേന്ന് എഴുന്നേക്കണം. അതാണ് ആദ്യത്തെ റൂള്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈവൻ ഇഫ് ഐം സ്ലീപ്പിംഗ് ബൈ 2 o'clock at night, I have to wake up by 8. നീ 2 മണിക്ക് ഉറങ്ങിയാലും 6 മണിക്ക് ഉറങ്ങിയാലും 8 മണിക്ക് തല എഴുന്നേറ്റിരിക്കണം. ദാറ്റ്സ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ, കംപ്ലീറ്റ് എ ഡിസ്ട്രാക്ഷൻ ഫ്രീ മോർണിംഗ് റുട്ടീൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെഡ് മടക്കണം. ഐ മീൻ പുതപ്പും കാര്യങ്ങളും തലവണയൊക്കെ നേരെ വയ്ക്കണം. അത് കഴിഞ്ഞ് ഞാൻ ബ്രഷ് ചെയ്യണം, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇഫ് യു വാണ്ട് ഡു എ യോഗ, ഇഫ് യു വാണ്ട് ഡു സം സ്ട്രെച്ചസ്, യു ക്യാൻ ഡു ദാറ്റ് ആസ് വെൽ. അത് നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഫോളോ ചെയ്യണം. ഡിസ്ട്രാക്ഷൻ ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് നോ സോഷ്യൽ മീഡിയ. എഴുന്നേറ്റ് അപ്പോൾ തന്നെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കരുത്, ഫേസ്ബുക്ക് നോക്കരുത്, മെസ്സേജസ് നോക്കരുത്. നോ ഡിസ്ട്രാക്ഷൻസ്. ജസ്റ്റ് ഫോളോ ദി മോർണിംഗ് റുട്ടീൻ. അതിനുശേഷം മാത്രം നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് കിടക്കുക. അതാണ് സെക്കൻഡ് റൂൾ. തേർഡ് റൂളായിട്ട് വരുന്നത് എക്സസൈസ് ഫോർ 1 hour എവറി ഡേ. That's actually quite simple. അപ്പോൾ even if you're taking a rest day, you have to work out. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. സാധാരണ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സ്പ്ലിറ്റ് ഉണ്ട്, പുഷ് പുൾ ലെഗ്. അത് കഴിഞ്ഞാൽ അവരൊരു റെസ്റ്റ് ഡേ എടുക്കും. നിങ്ങൾ ജിമ്മിൽ പോകുന്നില്ലെങ്കിലും ഓടാൻ പോകുന്നെങ്കിലും നിങ്ങൾക്ക് റെസ്റ്റ് ഡേ ആവശ്യമാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു പ്രോജക്റ്റ് 50 നിങ്ങൾക്ക് റെസ്റ്റ് ഡേ ഇല്ല. റെസ്റ്റ് ഡേക്ക് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തൊരു വോക്കിന് പോകാം, ഓടാൻ പോകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഞാൻ ഷട്ടിൽ കളിക്കുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാൻ പറ്റും. ടെന്നീസ്, ഫുട്ബോൾ, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു വർക്ക് ഔട്ട് ഫോർ 1 hour. അത് മസ്റ്റാണ്, നോ എക്സെപ്ഷൻസ്. നാലാമത്തെ വരുന്നത് റീഡ് 10 pages ഓഫ് എ ബുക്ക്. അപ്പോൾ നിങ്ങൾ ഞാൻ എല്ലാ ദിവസം ബാലരം വായിക്കുന്നതാണ്, ഹാരി പോട്ടർ വായിക്കുന്നതാണ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ് ടു മീ. അല്ല, നിങ്ങൾ വായിക്കേണ്ട ബുക്സ് ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്കായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് മൈൻഡ് സെറ്റ്, റിച്ച് ഡാഡ് പുവർ ഡാഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഫിലോസഫിക്കലായിട്ടുള്ള ബുക്സ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടി ഒരു ബുക്ക് വായിക്കണം. അങ്ങനെ 10 pages നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ബുക്ക് വായിക്കണം. ബൈബിളും രാമായണം വായിക്കുന്നല്ല പറയുന്നത്, നോൺ ഫിക്ഷണലായിട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് പറ്റുന്ന മറ്റ് ബുക്സ് നിങ്ങൾ വായിക്കണം ഫോർ 50 days, നോ എക്സെപ്ഷൻസ്. അടുത്തായിട്ട് വരുന്നത് സ്പെൻഡ് 1 hour ലേണിംഗ് ഓർ പ്രാക്ടീസിങ് ന്യൂ സ്കിൽസ്. എൻ്റെ ഒരു പുതിയ സ്കില്ലായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ആയിരിക്കും. സോ ഐ വിൽ ബി അപ്ലോഡിങ് 50 വീഡിയോസ് ഫോർ 50 days. അതാണ് എൻ്റെ ഒരു ചാലഞ്ചായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കേസിൽ നിങ്ങൾക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കണം, യു ഡു ദാറ്റ് ഫോർ 50 days. നിങ്ങൾ ഗിറ്റാർ പഠിക്കണം, ഡു ദാറ്റ്. ഡ്രംസ് പഠിക്കണോ, കീബോർഡ് പഠിക്കണോ, അത് നിങ്ങൾക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കണോ, യു ഡു ദാറ്റ്. പുതിയൊരു സ്കില്ല് നിങ്ങൾ അൺലോക്ക് ചെയ്യണം. ഇപ്പോൾ കൊമേഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് അക്കൗണ്ടിങ് പഠിക്കണം, അല്ലെങ്കിൽ എക്സൽ എടുക്കണം, ഡു ദാറ്റ് ഫോർ 50 days. എപ്പോഴും ആൾക്കാർ പറയുന്ന കാര്യമുണ്ട്, ഇഫ് യു ക്യാൻ ഫോളോ സംതിങ് ഫോർ 20 days, ഇറ്റ് ബിക്കംസ് ഹാബിറ്റ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയം നിങ്ങളൊരു 20 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് തന്നെ, പിന്നെ 21ാം ദിവസം നിങ്ങൾക്ക് തോന്നും
ഞാൻ എന്തോ മിസ് ചെയ്തിട്ടുണ്ടല്ലോ, ഐ ഹാവ് ടു ഡു ദാറ്റ് വൺ, ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് ഒരു ഫീൽ ഉണ്ടാവും. ആ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഒരു 50 ഡേയ്സിൻ്റെ ഉദ്ദേശം. കാരണം 10-12 വർഷമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരുന്ന ഒരു റുട്ടീൻ 2 ദിവസത്തെ മോട്ടിവേഷൻ കാരണം കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതിന് നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ വേണം. ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ് ദിസ് വൺ. 6ാമത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫോളോ എ ഹെൽത്തി ഡയറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ പ്ലാനിങ് ടു ഗെയിൻ സം വെയിറ്റ്, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം. നോ ജങ്ക് ഫുഡ്. ഇൻ മൈ കേസ്, എൻ്റെ കേസിൽ ഞാൻ പുറത്തുനിന്നുള്ള ഫുഡ് അങ്ങ് ഒഴിവാക്കാൻ പോവുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലാണ്, അവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിക്കും. ബാക്കി വരുന്ന മണി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡും കഴിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ഇഫ് ബൈ ചാൻസ് ഞാൻ പുറത്ത് പോയി സ്റ്റക്കായി എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഐ വിൽ ടേക്ക് സം ഫ്രൂട്ട്സ്, ദാറ്റ്സ് ഇറ്റ്. വേറെ ഫുഡ് വാങ്ങരുത്, കഴിക്കരുത്. നോ മിൽക്ക് ഷേക്സ്, നോ KFC, McDonald's, വാട്ട് എവർ ഇറ്റ് ഈസ്, ഡോണ്ട് ഡു ഇറ്റ്. ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുക. 7ാമത്തെ വരുന്നത് ട്രാക്ക് യുവർ പ്രോഗ്രസ് എവറി ഡേ. അപ്പോൾ എൻ്റെ ട്രാക്കിംഗ് ആണ് യൂട്യൂബ് വീഡിയോ, ഇതിൽ എഡിറ്റിംഗ് ആണ് എൻ്റെ ന്യൂ സ്കിൽസ്, ഇതെങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ എൻ്റെ ന്യൂ സ്കിൽസ് ആയിട്ട് ഞാൻ ലേൺ ചെയ്യും. പക്ഷേ ഈ ഒരു പ്രോഗ്രസ് ആണ് എൻ്റെ ഈ ഒരു പ്രോസസ്സാണ് എൻ്റെ ട്രാക്കിംഗ് ഫോർ മൈ സെൽഫ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു 7 റൂൾസ് കഴിഞ്ഞിട്ട് ഇതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ റൂളുണ്ട്. അതാണ് ഇഫ് യു മിസ് 1 day ഓഫ് ഇറ്റ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം മിസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റൂൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ, യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്, day 1 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞ്, ഞാൻ ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ല, നിങ്ങളുടെ സെൽഫ് എസ്റ്റീമാണ്. ഞാൻ ചിലപ്പോൾ മിസ് ചെയ്തെന്ന് വരാം, കർത്താവ് മിസ് ചെയ്തിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥന ഉള്ളത്. ഓക്കെ, ദാറ്റ് വാസ് അവർ 50 days ചാലഞ്ച്. ബട്ട് ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒരാളെന്നായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് 8 മണിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, ദാറ്റ്സ് ഇമ്പോസിബിൾ. സോ നിങ്ങൾ ഒരു 3 മണിക്ക് എഴുന്നേക്കണം, 4 മണിക്ക് എഴുന്നേക്കണം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഫ്ലെക്സിബിളായിട്ട് ഉള്ള ഒരു സ്കെഡ്യൂൾ എടുക്കുക. ഫ്ലെക്സിബിൾ ആയിട്ടല്ല, ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ എടുക്കുക. ഓക്കെ, ദാറ്റ് വാസ് 50 days ചാലഞ്ച് എക്സ്പ്ലെയിൻഡ്. ഐ വിൽ സീ യു ഓൺ day 1. അതെപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഐ വിൽ സീ യു ഓൺ that one. മടിയാണ്, പക്ഷേ യു ഹാവ് ടു ഫോളോ ദാറ്റ്. Okay guys, Exhaling here, signing off. Let's rock this party.